ജാസ്മിൻ വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് മീനാണ് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ വണ്ടിയൊക്കെ വരും. പോലെ പറഞ്ഞേക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ നിന്നിട്ടെങ്കിൽ സമയം ഉണ്ടാവില്ല. അത് വിചാരിച്ച് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ മീൻ വണ്ടി ഇതിലാണ് പോയപ്പോൾ മീനൊക്കെ വാങ്ങിയാണ്ട് ഞാനിത് ആ വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിന്. നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മുറിച്ച പൊരിച്ച കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും വിചാരിച്ചാണ്ട്. അപ്പോൾ രാവിലെ ചായ കുടിച്ച പാത്രങ്ങളൊന്നും മോറി വെക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. ഓല ഒരുക്കി കൊടുക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓല് പോയതിന് ശേഷം ഞാനിത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മോറി വെക്കട്ടെ ഇല്ലാണ്ട് അടുക്കളയേക്കാണ് വന്നിക്കാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ മോറി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള കാണാൻ തന്നെ ഒരു വൃത്തികാരല്ലേ. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എന്താണ് മോറി വെച്ച് അടുപ്പും വീതനൊക്കെ തോത്തി തുടച്ചിട്ടിട്ട് വേണം അടുപ്പത്ത് ചോറങ്ങനെ തീമിടാൻ. ഇന്നിപ്പോൾ സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടുപോകാണ്ടാത്തതുകൊണ്ട് രാവിലെ തന്നെ ചോറൊന്നും ആയിട്ടില്ല. ആക്കം പോലെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ പഠിച്ചു തരാനും തുടക്കാനും തിരുമ്പാനും ഇങ്ങനത്തെ പണികളൊക്കെ അവിടെ വേറെയും കിടക്കുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ എന്താണ് മോറി വെച്ചാൽ പിന്നെ ഞാൻ അടുപ്പത്ത് ചോറും നീമിട്ടാണ് ഞാൻ അകടിച്ച് തരാൻ അങ്ങോട്ട് വന്നിക്കാണ് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒത്തുക്കട കയറി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പേരല്ല അവിടെയും ഇവിടെയൊക്കെ കടലാസും പേപ്പറും എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെയും പിടിപ്പിച്ച് ചെയ്തിട്ടിട്ടൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ അടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തുടക്കലും ഞാക്കം പോലെ കഴിച്ചാലും വേണ്ടിയില്ലല്ലോ. അങ്ങനെ അടിച്ചേരിൻ്റെ അടി കൂടെ തിരുമ്പാളതൊക്കെ പാടെ നുള്ളിപ്പൊറുക്കിയാണ് ഞാൻ പുറത്തേക്കാൻ കിട്ടി. ഞാൻ അടിച്ചേരലൊക്കെ കഴിഞ്ഞാൽ മെഷീൻ കാട്ട് കൊടുത്ത് വെള്ളം മാറി കൊടുത്താണ് അങ്ങോട്ട് കറക്കി കൊടുത്തു. ഞാൻ അവിടെ കിടന്ന് അങ്ങോട്ട് കറങ്ങിയാണ് തിരുമ്പട്ടെ. ഇനിയിപ്പോൾ ചോറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങാക്കായിട്ടൊരു ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മുരിങ്ങാക്കായ അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പില്ല. ഇനിയിപ്പോൾ പരിപ്പൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് തൊടുക്കാനങ്ങോട്ട് പോകാൻ. അപ്പോൾ തന്നെ ആ പരിപ്പൊക്കെ നാളെ പുതിർന്ന് കിട്ടും ചെയ്തോളും. അപ്പോൾ ആ പരിപ്പൊക്കെ വെള്ളം പാർന്നിട്ടാണ് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഇനി തുടക്കലാണ് കഴിയുമ്പോഴത്തേനും ആ പരിപ്പ് നല്ലോണം പുതിർന്ന് കിട്ടുകയും ചെയ്തോളും. അപ്പോഴത്തേനും നമുക്ക് മുരിങ്ങാക്കായൊക്കെ ഒന്ന് റെഡിയാക്കിയാണ് നമുക്ക് മുരിങ്ങാക്കായും പരിപ്പും ഒപ്പം നമുക്ക് അടുപ്പത്തേക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇതിൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ മീൻ വാങ്ങിയില്ല. അതൊക്കെ മുറിച്ചൊന്നാക്കിയത് ഞാനിവിടെ കായം തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചിട്ടോ. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതങ്ങോട്ട് പൊരിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാൻ. അങ്ങനെ നമ്മളാ തിരുമ്പതൊക്കെ പാട് മെഷീനിലുണ്ടായില്ല. അതൊക്കെ പാടുതാ ഞാൻ പുറത്ത് അരിമല അങ്ങോട്ട് ചിക്കിനിട്ടോ. ഉച്ചൻ്റെ ശേഷം പെരും മഴക്കാലം. ഇപ്പോൾ ഏതായാലും നല്ല വെയിലുണ്ട്. രാവിലെ പെരും വെയിലും ഉച്ചൻ്റെ ശേഷം മഴയാണല്ലേ. അപ്പോൾ ഏതായാലും അതൊക്കെ അരിമൊക്കെ അങ്ങോട്ട് ചിക്കിയിടും. ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊന്നാണ് തുറന്നു നോക്കാം. നമ്മളെ മുരിങ്ങാക്കായും പരിപ്പും എന്തായാലും നോക്കലേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ പിന്നെ അടുക്കളയൊക്കെ അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ നമ്മളെ മുരിങ്ങാക്കായും പരിപ്പൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടോ. മുരിങ്ങാക്കായും ഉടഞ്ഞിട്ടൊന്നുമില്ല. ഒരൊറ്റ വിസിലടിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിക്ക് തേങ്ങ അരച്ചങ്ങോട്ട് പാരണം. അങ്ങനെ തേങ്ങ അരച്ച് പാരുന്നതിൻ്റെ മുന്നിൽ തന്നെ നമുക്കിത് ആ ചട്ടി എടുപ്പത്ത് വെച്ചാൽ നമ്മളെ മീൻ അങ്ങോട്ട് പൊരിച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങുക. അപ്പോൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്താണ് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മൂടി വെക്കാം. എന്നാൽ പിന്നെ ഗ്യാസുമൊക്കെ ഇങ്ങനെ തെറിച്ചില്ല ആ മീൻ പൊരിച്ചിരുന്ന സമയത്ത് ആ എണ്ണയൊന്നും. ഇനി നമുക്ക് ഈ കറിക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിച്ച് കാണാൻ ഒന്നങ്ങോട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് പിന്നെ നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ വെള്ളം പാറണം അടിച്ചെടുത്താണ് ഞാനേക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ്. ഉപ്പുണ്ടോ നോക്കാണ്ടോ. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താണെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ കറി തേങ്ങ അരച്ച് പാർന്ന് കൊടുത്താണ് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നാണ് വറവിട്ട് കൂടിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടോ മക്കളെ. അപ്പോൾ ചീനച്ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചാണ്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന്. പിന്നെ കടക് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിന്. കറിവേപ്പിൻ്റെ പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതുമില്ല. കൊണ്ടുവന്നതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെ പെരയിൽ മരമൊന്നും ഇല്ല കേട്ടോ. ഇനി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോയി അരച്ച് കൊണ്ടുവരണം. പിന്നെ ഈ കടകിട്ട് വറവിടാൻ നേരത്താണ് കേട്ടോ അതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ അതിനൊന്നും ഞാൻ പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.